നമസ്കാരം, ഞാൻ ഡോക്ടർ മാത്യു ഡൊമിനിക്, സീനിയർ ENT ഹെഡ് ആൻഡ് നെക്ക് ആൻഡ് കോക്ലിയർ ഇംപ്ലാന്റ് സർജൻ, കൊച്ചി. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ വളരെയധികം കണ്ടുവരുന്നതും വളരെ പേടിപ്പിക്കുന്നതുമാകുന്ന ഒരു അസുഖമാണ് എപ്പിസ്റ്റാക്സിസ്. ഇത് വളരെ സർവ്വസാധാരണമായി കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഇത് രണ്ട് രീതിയിലുള്ള എപ്പിസ്റ്റാക്സിസ് ഉണ്ട്. മൂക്കിൽ നിന്നുള്ള രക്തസ്രാവമുണ്ട്. ഒന്ന് ട്രോമാറ്റിക് എപ്പിസ്റ്റാക്സിസ് എന്ന് വെച്ചാൽ എവിടെയെങ്കിലും മൂക്ക് തട്ടിയിട്ടോ എങ്കിലും വരുന്ന രക്തസ്രാവത്തിന് ട്രോമാറ്റിക് എപ്പിസ്റ്റാക്സിസ് എന്ന് പറയും. മറ്റേത് യാതൊരു കാരണമില്ലാതെ സാധാരണ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമായിട്ടുള്ള ആളുകളിൽ ഉണ്ടാകുന്ന രക്തസ്രാവത്തിന് സ്പോണ്ടേനിയസ് എപ്പിസ്റ്റാക്സിസ് എന്ന് പറയും. ട്രോമാറ്റിക് എപ്പിസ്റ്റാക്സിസ് എപ്പോൾ വേണമെങ്കിലും വരാം. ഏത് പ്രായത്തിലും മൂക്ക് തട്ടുകയാണെങ്കിൽ മൂക്കിൽ നിന്ന് ചോര വരും. സ്പോണ്ടേനിയസ് എപ്പിസ്റ്റാക്സിസ് രണ്ട് പ്രായത്തിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഒന്ന് 10 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളും, രണ്ടാമത് 60 വയസ്സിന് മുകളിലുള്ള ആളുകളിലുമാണ് കണ്ടുവരുന്നത്. ഇതിൻ്റെ ഇടയ്ക്കുള്ള പ്രായത്തിൽ 10-20 വയസ്സ് തൊട്ട് ഒരു 60 വയസ്സ് വരെ സാധാരണഗതിയിൽ മൂക്കുന്നുണ്ട് രക്തസ്രാവം ഉണ്ടാകാറുണ്ട്. കുട്ടികളിൽ ഏകദേശം ഒരു 4-5 വയസ്സ് തൊട്ട് 10-15 വയസ്സ് വരെ രക്തസ്രാവം കാണാറുണ്ട്. ചിലപ്പോൾ രാത്രിയിലും വരെ വരാറുണ്ട്. ഉറങ്ങിക്കിടന്ന കുട്ടികളിലും യാതൊരു കാര്യമില്ലാതെ യാതൊരു ആരോഗ്യ പ്രശ്നമില്ലാത്ത കുട്ടികളിലും വരാറുണ്ട്. ഇത് സാധാരണഗതിയിൽ വളരെ കുറച്ചേ ഉണ്ടാകാറുള്ളൂ. അന്ന് മിക്കവാറും തന്നെത്താൻ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ രക്തസ്രാവം നിന്നു പോകാറുമുണ്ട്. പലപ്പോഴും ഈ കുട്ടികളുടെ മാതാപിതാക്കളിലും കുടുംബങ്ങളിൽ അവരുടെ ചെറിയ പ്രായത്തിൽ ഇതുപോലെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. മൂക്ക് ശ്വാസം വലിക്കാൻ മാത്രമുള്ള ഒരു അവയവമല്ല. ആ വരുന്ന ശ്വാസത്തിനെ ഫിൽറ്റർ ചെയ്യും. അതിലുള്ള പൊടിപടലങ്ങളെ നീക്കം ചെയ്യും. അതിനകത്ത് ചൂട് അല്ലെങ്കിൽ തണുപ്പ് ആവശ്യമനുസരിച്ച്, തണുപ്പ് കാലാവസ്ഥയിൽ ചൂടും, ചൂട് കാലാവസ്ഥയിലും ഇൻഹെയിൽ ചെയ്യുന്ന ആ ശ്വസിക്കുന്ന ശ്വാസത്തിൻ്റെ ടെമ്പറേച്ചർ ശരീരത്തിന് അനുയോജ്യമായ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരും. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി അതും നിയന്ത്രിക്കുന്ന ഒരു അവയവമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം രക്തക്കുഴലുകളുടെ സാന്ദ്രത ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ഭാഗമാണ് മൂക്ക്. ഈ ഉള്ള രക്തക്കുഴലുകൾ വളരെ നേർമമായ മ്യൂക്കസ് മെംബ്രെയിൻ്റെ അടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് പൊട്ടി വരാനും വളരെ എളുപ്പമാണ്. ചെറിയ കുട്ടികളിൽ യാതൊരു കാര്യമില്ലാതെ തന്നെ അത് വരുന്നത് മൂക്കിൻ്റെ ദ്വാരത്തിൻ്റെ നേരെ മുകളിൽ മൂക്കിൻ്റെ പാലത്തിൻ്റെ ചെറിയൊരു സ്ഥലത്ത്, ലിറ്റിൽസ് ഏരിയ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇത് വരാറുള്ളത്. കുട്ടികളിൽ നിന്നുള്ള ഇതുപോലത്തെ രക്തസ്രാവം തന്നെത്താനെ നിന്നു പോകുന്നതാണ്. അതിനായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരാറില്ല. ഇതിനെപ്പറ്റി വിശദമായി അടുത്ത വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. നമസ്കാരം.